പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടെ നിൽക്കുന്നതിനായി തയ്യാറാണ് എന്നുള്ള കാര്യം ഒടുവിൽ ഇഷയെ അറിയിച്ചതിനെ തുടർന്ന് അഭിഷേകിന്റെ അച്ഛനുമായി ചേർന്നുകൊണ്ട് പുതിയ നീക്കങ്ങൾ പ്ലാൻ ചെയ്യാൻ ഇഷ തയ്യാറായിരിക്കുകയാണ്. ഇതേ തുടർന്ന് ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകണം എന്ന ചോദ്യമാണ് ഇപ്പോൾ ബാക്കിയാകുന്നത്. ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതല്ല അവർ. എന്നാൽ കാര്യങ്ങൾ ഇനി വിചാരിച്ചതുപോലെ മുന്നിലേക്ക് കൊണ്ടുപോവുക തന്നെ വേണം എന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്നു. ദേവബാലയുടെ ഈ അതിക്രമങ്ങൾ അവസാനിക്കണം. അതിനുവേണ്ടി എന്താണോ ചെയ്യേണ്ടത് അത് നമ്മൾ ഇപ്പോൾ തന്നെ ചെയ്യണം. ഇല്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും. അവൾ അത്രയധികം ഇപ്പോൾ ഉപദ്രവിക്കുന്നുണ്ട് അഭിഷേകിനെ. അതുകൊണ്ട് തന്നെ അവൾക്കൊരു തിരിച്ചടി അത് നമ്മൾ കൊടുക്കുക തന്നെ വേണം. ആ ഒരു കാര്യത്തിൽ വിട്ടുവീഴ്ച പാടില്ല. അതാണ് ഇപ്പോൾ ഞാനെടുത്ത തീരുമാനം. ഇത് കേട്ടതിനെ തുടർന്ന് എങ്ങനെയാണ് ഇനി കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകേണ്ടത് എന്ന് ആലോചിക്കുകയാണ് ഇപ്പോൾ ഇഷയും അതുപോലെ തന്നെ അഭിഷേകിന്റെ അച്ഛനും. ഇതേ സമയം അഭിഷേകാകട്ടെ ഈ കാര്യങ്ങൾ അറിയാൻ ഇടയാകുന്നു. എടാ, നിന്നെ രക്ഷിക്കുന്നതിനായി നിന്റെ അച്ഛൻ വന്നിരുന്നു. പക്ഷേ അയാളെ എനിക്ക് നന്നായി അറിയാം. എന്നെ കൊല്ലുന്നതിനായി ശ്രമിച്ചവൻ അയാൾ. അയാളെയൊന്നും ഇതിനടുത്തേക്ക് പോലും ഞാൻ അടുപ്പിക്കുകയില്ല. ആ കാര്യം ഉറപ്പ് തന്നെയാ. എടി, നിന്നെ ഞാൻ ഉണ്ടല്ലോ, മിണ്ടാതെ അവിടെ കിടക്കടാ. ഇനി ഞാനാ നിന്റെ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകും, എന്തിനു മുന്നോട്ട് പോകും എന്നൊക്കെ തീരുമാനിക്കുന്നത്. അത് കേട്ട് അടങ്ങി ഒതുങ്ങി ഇവിടെ നിന്നാൽ നിനക്ക് കഞ്ഞി കുടിച്ച് ജീവിക്കാം. ഇല്ലെങ്കിൽ അറിയാമല്ലോ, നീ പുറം ലോകം കാണില്ല. നിന്റെ ശവമായിരിക്കും ഇവിടെ നിന്ന് പോവുക. ദേവബാല ഒരു തീരുമാനമെടുത്താൽ അത് നടത്തി കാണിക്കുന്നവളാ. നിനക്കത് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതോടെ അഭിഷേക് ഒന്ന് ഞെട്ടിപ്പോയിരിക്കുകയാണ്. എന്നാണ് തനിക്കൊരു സ്വാതന്ത്ര്യം ലഭിക്കുക എന്ന ചോദ്യമാണ് ഇപ്പോൾ ബാക്കിയായി അവശേഷിക്കുന്നത്. ഒരിക്കലും ഇവിടെ നിന്ന് രക്ഷപ്പെടാതിരിക്കാൻ അവൾ പലതും ചെയ്യും. അതുകൊണ്ട് തന്നെ സൂക്ഷിക്കണം. ഇതിനിടയിലാണ് സ്വത്തുക്കൾ കൈമാറാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ചതിയുമായി രാഹുൽ വീണ്ടും രംഗത്തെത്തുന്നത്. ഈ കാര്യം ഇതേ തുടർന്ന് SI അറിയാൻ ഇടയാവുകയാണ്. ഇതോടെ രാഹുലിനുള്ള അടി താൻ കൊടുത്തുകൊള്ളാം എന്നുള്ള ഉറപ്പ് ഇഷയെ ചെന്ന് കണ്ട് നൽകിയിരിക്കുകയാണ് അയാൾ. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.